മറ്റു മതക്കാരുടെ കുടുംബജീവിതത്തെ പറ്റി നമുക്ക് ചർച്ചയില്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ ഏറ്റവും വലിയ വിശ്വാസവും ചിന്തയും ഈ ദുനിയാവിന്റെ ജീവിതം ഫൈനലല്ല. ആണോ? തല്ലാമ്പോ ഉമ്മാവും പാപ്പവും പിണങ്ങുമ്പോ കെട്ടിയോനും എന്തോ അപ്പുറപ്പുറം തല്ലാമ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്പുറപ്പുറം കുസുകുസല്ലാമ്പോ ലാസ്റ്റ് പറയലുണ്ട് ഒരിക്കൽ മരിച്ചിട്ട് പോയി നല്ല ഉണ്ടായിന്, നീ എന്ത് വിചാരിച്ചേ അങ്ങനെ പോയെങ്ങ് തീരുന്ന ഓക്കെ ഒരിക്കൽ മരിച്ചിട്ട് നല്ല ഉണ്ടായിന്, നീ മരിച്ചിട്ട് കൊന്ന അച്ചാവത്തെ കൊന്നെ അത് തുടങ്ങുന്നല്ലേ? തുടങ്ങുന്നതാണ് നിനക്കറിയാഞ്ഞിട്ട്. ഇനിയാണ് സത്യത്തിൽ റിയൽ ലൈഫ്, ഇനിയാണ് യഥാർത്ഥ ജീവിതം. മരണത്തോടുകൂടി അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നൈമിഷികമായ നശ്വരമായ ചുരുങ്ങിയതായ ഈ ആയുസിന്റെ ഇടയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോ എല്ലാ മേഖലകളിലും അല്ലാഹ്ക്ക് വഴിപെട്ട് ജീവിക്കേണ്ടവരാണ്. കർമ്മങ്ങളില്, ആദർശങ്ങളില്, ആചാരങ്ങളില്, വേഷഭൂഷണങ്ങളില്, സംസ്കാരങ്ങളില്, അതുപോലെ തന്നെ സംസാരങ്ങളില്, ഇടപാടുകളില്, ഇടപെടലുകളില്, എല്ലാ മേഖലകളിലും അല്ലാഹനെ പേടിച്ചിട്ട് ജീവിക്കേണ്ടവരാണ്. സമ്പാദിക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞില്ലല്ലോ, കച്ചവടം ചെയ്യണ്ട ഒന്നും വേണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോ അല്ലാഹ് പറഞ്ഞ പോലെയാവണ. നീ എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, കുടിക്കണ്ട തിന്നണ്ട എന്നല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ കുടിക്കുന്നതും തിന്നുന്നതും അല്ലാഹ് പറഞ്ഞ പോലെയാവണ. നീ ജീവിച്ചോ, എങ്ങനെങ്കിലും തോന്നിയതുപോലെ നാൽക്കാല മൃഗങ്ങളെ പോലെ ജീവിച്ചാ പോരല്ലോ, അല്ലാഹനെ മറന്നിട്ട് ജീവിച്ചാ പോരല്ലോ. അല്ലാഹ് പൊരുത്തപ്പെടുന്ന നിലക്ക് ജീവിച്ചോ. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്ത് വന്നവരാണ് മനുഷ്യരായ നമ്മൾ. പക്ഷെ ഞങ്ങൾ ഒറ്റക്കുള്ള ജീവിതമല്ല വിധിക്കപ്പെട്ടത്. ഒറ്റക്ക് നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയോ? മനുഷ്യനെ കൊണ്ട് കഴിയോ? നായിനെ കൊണ്ട് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും. ആനനെ കൊണ്ട് ഒറ്റക്ക്, ആനക്ക് ഒറ്റക്ക് ജീവിക്കാം. മനുഷ്യന്മാരെ പോലെ കൂട്ടിന് ആള് പോകണമെന്നില്ല. ഉറുമ്പിന് ഒറ്റക്ക് ജീവിക്കാം. ഉറുമ്പിന് ഒറ്റക്ക് നാട്ടില് മാത്രമല്ല, മരത്തിന്റെ അടിയിൽ മാത്രമല്ല, കൊട്ടാരത്തിൽ വരെ ഒറ്റക്ക് ജീവിക്കാം. കൊട്ടാരത്തിൽ ഈ തീൻമേശക്ക് മുകളിൽ രാജാവിന് വേണ്ടിയിട്ട് വിളമ്പിയിട്ട് വെച്ച വിഭവസമൃദ്ധമായ ഏറ്റവും നല്ല ഭക്ഷണമുണ്ട് ടേബിളില്. ആ ടേബിളിലെ ഭക്ഷണം വെച്ച നേരത്തെ അതിന്റെ കാലിലൂടെ കയറി വന്ന ഒരു ഉറുമ്പ് രാജാവിന് വേണ്ടി വെച്ചതായ ഭക്ഷണത്തിന്റെ ഒരിത്തിരി കടിച്ചു തിന്നിട്ട് അത് അതിൻ്റെതായ ഹാലിനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇല്ലേ? ഇന്നോളം ഏതെങ്കിലും ഒരു രാജാവ് ആരടാവിടെ വെക്കടാ വെടി ഉറുമ്പിനെ എന്ന് പറഞ്ഞതായിട്ട് ചരിത്രവും ഇല്ല. അങ്ങനെ ജീവിക്കാൻ ഉറുമ്പിനും പറ്റും, ആനക്കും പറ്റും. പക്ഷെ മനുഷ്യരായ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഇവിടെ മാത്രമല്ല, സ്വർഗലോകത്തും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പടച്ച റബ്ബ് പറഞ്ഞെന്തറിയോ? آدم وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. الله تعالى ആദം നബി ഇനി ബാക്കി ഇരിക്കണമല്ലോ വന്നെങ്കിൽ കിടാക്കല്ലേ അങ്ങനെ പോട്ടോ, അവർക്ക് ഒരിടക്കിടക്ക് പോണ്ടി വരും. കിടാക്ക് പോകുന്നില്ലല്ലോ ബേജാറ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ, 3/4 മണിക്കൂർ വേണമെന്നില്ല, ഒരു അരമണിക്കൂർ കഴിയട്ട് വലിയോർ തന്നെ പോകുന്നുണ്ടാവും മൊബൈൽ എടുത്തിട്ട്. ഹലോ കേൾക്കുന്നില്ല വരാ കേൾക്കാനോ ഫോണെ വന്നിട്ട് ഇത് പണി, ഇത് പോകാൻ വേണ്ടിയിട്ടുള്ള കണി. ഓൻ വിചാരിച്ചു ഓന് മാത്രം മൂക്കുള്ള, ഞങ്ങൾക്കിടെ തരിമൂക്കുണ്ടെന്ന് ഓൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഞാനാ നിങ്ങൾ ആടുന്നെ വിളിച്ചങ്ങോ, എടുക്കാൻ വിളിച്ചങ്ങായി ഞാൻ പേടിച്ചു. ഈ ലോകത്ത് ജീവിക്കുമ്പോ കൂട്ടുജീവിതമാണ്. അവന് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്കാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റക്ക് ജീവിക്കാനേ സാധ്യമല്ല. എന്റെ വസ്ത്രങ്ങൾ ഏതോ ഒരാൾ തുന്നിയതാണ്, ഈ മൈക്ക് ഏതോ ഒരാൾ കൊണ്ടുവച്ചതാണ്, ഞാൻ ഇവിടേക്ക് വരാൻ ഏതോ ഒരാൾ വിളിച്ചതാണ്, ഞാൻ ഈ പറയുന്ന ഇൽമ ഏതോ ഒരാൾ പകർന്നു തന്നതാണ്. എല്ലാം മറ്റുള്ളവരുടെ സഹായത്തോടെ
അല്ലാതെ എന്നെ ഒറ്റക്ക, എന്നെ കൊണ്ട് ഒറ്റക്ക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒറ്റക്ക ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെ അല്ല പഠിച്ചത് സാമൂഹിക ജീവിയായിട്ടാണ്. അവന് കുടുംബമുണ്ട്, അവന് ചങ്ങാതിമാരുണ്ട്, അവന് പാർട്ട്ണർമാരുണ്ട്, അവന് നാട്ടുകാരുണ്ട്, അവന് മഹല്ലത്തുകാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ആ നിലക്കാ മനുഷ്യർ പടക്കപ്പെട്ടത്. എന്നാലും അല്ല പറഞ്ഞു, മനുഷ്യരെ വിളിച്ചിട്ട് നിങ്ങൾ കുടുംബത്തോടെ കഴിയണം, സന്തോഷത്തോടെ കഴിയണം. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് പടച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യൻ ഒറ്റക്കായിരുന്നു സ്വർഗ്ഗലോകത്ത്. കോടാന കോടി മലായികത്തിങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനും ഒരു ജിന്ന് വർഗത്തിൽപ്പെട്ട പിന്നൊരുത്തനും. ബാക്കി എല്ലാരും മലായികത്തിങ്ങൾ. നാലാമത്തെ ഒരു ജാതി ആടെ ഇല്ല, എല്ലാം മലായികത്തിങ്ങൾ തന്നെ. മനുഷ്യനായിട്ട് ആദം നബി അലൈഹിസ്സലാം, അന്ന് ആദം നബി അല്ല, സ്വർഗ്ഗലോകത്ത് ആദം നബി അല്ലല്ലോ, ഭൂമിയിലേക്ക് വന്നിട്ടല്ലേ നബി ആയിന് അല്ലെ. പണ്ട് ശംസുൽ ഉലമാ മഹാനവർ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി, മഹാനർ ആദം നബി അല്ല എന്ന് പറഞ്ഞാൽ ആദം നബി അല്ല. അതിനെ ബയ്യ കുറെ ഫിത്തനക്കാർ കണ്ട ഈ കെ ശംസുൽ ഉലമാ ആദം നബി അല്ല ചൊല്ലിനി വഹാബിയായി. നബി അല്ല ചൊല്ലെങ്കിൽ വഹാബിയാ, എന്താ ഗാഫറാണ്ട് ചെല്ലുന്നവനെ മണ്ടയില്ല. ആട്ടെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭൂമിയിൽ വന്ന ആദം നബി അല്ല എന്ന് ശംസുല്ലമ പറഞ്ഞിട്ടുമില്ല. സ്വർഗ്ഗലോകത്ത് നബിയും ഇല്ല, ഒന്നുമില്ല. അവിടെ ആദം നബി ആയിട്ട സ്വർഗ്ഗലോകത്ത് ആദം നബി. ആർക്ക് നബിയെ? നബിയായിട്ട് ദുനിയാവിലല്ലേ. ഇത് തിരിയാനുള്ള കൊണ്ട് മറ്റുള്ളവന് വേണ്ടേ? അത് ആരും നിങ്ങൾ എന്നോട് കേൾക്കണ്ട, നാളെ ഫോൺ ആക്കിയിട്ട് കേൾക്കും ഞാൻ ചെല്ല. അത് ആര് ചെല്ലീനേന്ന്? ചെല്ലിന് മാത്രല്ല, എഴുതിന് ബുക്കില് എഴുതിനോർ ചെല്ലിനെങ്കിൽ പിന്നെ ഒപ്പിച്ചിറാഞ്ഞ് ഞാൻ ചെല്ലിയതല്ല, എന്റെ വോയിസ് ഫാക്ക് ഹൂക്കൂന്നല്ലോ. ശംസുല്ലമ ആദം നബി അലൈഹി സ്വലാമിനെ നബിയല്ല എന്ന് പറഞ്ഞു. ശംസുല്ലമ ആരാണ് മഹാൻ? എന്റെ വിഷയതല്ല. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദതും ബർക്കത്തും അവരുടെ സഹായവും അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും രണ്ടു ലോകത്തും നൽകട്ടെ. ആദം നബി അലൈഹി സ്വലാം എന്ന മനുഷ്യന് ഒറ്റക്ക. പിന്നെ എല്ലാ മലായികത്തീങ്ങള് അവർക്കെല്ലാവർക്കും അവിടെ ഉസ്താദായിട്ട് ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് വകാന മിനൽ ജിന്നി. ആ ചങ്ങായി മനുഷ്യനല്ല, മലക്കുമല്ല, ജിന്നു വർഗത്തിൽപ്പെട്ട മാത്രം ആള് ഭയങ്കര ഉഷാറായനെ കൊണ്ടനല്ലേ ജിബ്രീലിനും മീകായിലിനും മറ്റവർക്കെല്ലാം ഉസ്താദായിന്. എന്തു തിരിയാത്തവനെ അറിയാത്തവനെ ഉസ്താദാക്കോ? എന്ത് താങ്കടമായിട്ട് പിള്ളമാർക്ക് ടീച്ചറാക്കുന്നത്? ഇവിടെ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കിടാക്കനെ ഒരു ഉസ്താദിനെ വെക്കുമ്പോ നിങ്ങൾ എന്തെല്ലാം കേട്ട കമ്മിറ്റിക്കാർ? ഉസ്താദ് ഹാഷിം ദാരിമി ഉസ്താദ്, നിങ്ങൾ ആഴ്ച മൗലാർക്ക് ഹിസ്ബുണ്ടാ, ട്രെയിനിങ് ഉണ്ടാ, MSR ഉണ്ടാ, പിന്നെ അതുണ്ടാ ഇതുണ്ടാ കേട്ടിട്ട് ഇത്രക്കുള്ള ഞങ്ങളെ കിടാവിന് പഠിപ്പിക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ച ഉസ്താദിന് അത്ര കണ്ട് യോഗ്യതയും ക്വാളിഫിക്കേഷനും നിങ്ങൾ കേട്ടണമെങ്കിൽ അള്ളാന്റെ വലിയവരായ മലായികത്തീങ്ങളെ പഠിപ്പിക്കാൻ ഉസ്താദായിട്ട് ഈ ഇബ്ലീസിനെ അല്ലാഹ് വെക്കുമ്പോ അള്ളാഹുവിന്റെ എന്തെല്ലാം യോഗ്യത നോക്കിയിട്ടുണ്ടാവും. ആരും കിട്ടാത്ത വെച്ചിട്ടോനെ ഒപ്പിച്ചതാ. അല്ലല്ലോ, നല്ല പാണ്ഡിത്യമുണ്ട്. അല്ലാമയാണ്, അപാര പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. മലായികത്തീങ്ങളടക്കമുള്ള എല്ലാവർക്കും ഉസ്താദായിരുന്നു. ഇരിക്കട്ടെ, അവിടെ മനുഷ്യനായിട്ട് ആദം ഒറ്റക്കാണ്. എന്തോ ഈ ചങ്ങായിയെ കുരുത്തക്കേട് ഒപ്പിച്ച് നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ അതിന്റെ ഇടയിൽ വേറെ നോക്കിയിരുന്ന നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ് എന്ന ബോധം വേണം. നിങ്ങളെ ഇടന്നും വലതും മുന്നിലും പിന്നിലെല്ലാം മലായികത്തീങ്ങളുണ്ട് എന്ന ബോധം വേണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ കൂലി കിട്ടുന്ന അമലാണ് എന്ന ബോധം വേണം. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ അതിൽ നോക്കുന്നീല നോക്കുന്നൊന്നും വേണ്ട. കിടാക്കളൊന്നും ഇങ്ങോട്ട് വിടണ്ടേനാ അല്ലേ? അപ്പൊ യശീറിന് കൊടുക്കുമ്പോൾ അവിടെ ലൈനിപ്പിച്ചെങ്കിലേ കിടാക്കൊക്കെ ഒന്ന് വയല് പോകണമെന്നില്ല. അവരല്ലെങ്കിൽ ഓൾറെഡി സ്വർഗത്തിലല്ലേ. ഇവിടെ വലിയോനെ വന്നിട്ടില്ല വേലാക്ക, പിന്നെ കിടാ വന്നിട്ട് ഹലോ സാർ വലിയോർ വന്നില്ലേ? നിങ്ങളല്ല, വലിയോർ വന്നിനി എന്നെങ്കിലോ ഈ എത്ര വലിയ മഹല്ലേ എത്ര പേരുണ്ട്?
പിന്നെ 100 പേരുള്ളോടെ ഏതായാലും ഒരു 60-70 ബാല്യക്കാരുണ്ടാവേലേ, ഒരു 10-100 വയസ്സന്മാരുണ്ടാവേലേ. അൽഹംദുലില്ലാ ഞങ്ങളെ മജ്‌ലിസ് ഭംഗി. ഞാൻ നിങ്ങളെ ഉറവറിയല്ല, ഈ കിടാക്കളെ ഇങ്ങനെ അയച്ചോട്ടിരിക്കട്ടെ, നമുക്കതൊരു വിശ്വാസമാണ്. നിങ്ങൾ ചെല്ലോ ഇയാളെന്താ ഇത്ര ചൂടില് BP ഒന്നും ഇല്ല അബിവേ, നമ്മ നല്ല സമാധാനത്തിന്റെ ആള്, നമുക്ക് വലിയൊരു മുറാദുണ്ട്. ഈ നല്ലൊരു ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിക്കണോ, എനക്ക് പഠിക്കണോ, അത് 2 ലോകത്തും ഉപകാരപ്പെടണോ, അത്രേ നിയത്തുള്ളൂ, വേറെ നിയത്തൊന്നുമില്ല. നല്ലവരായിട്ടൊന്നും ഞങ്ങീന് വന്നിട്ടുമില്ല. ഞങ്ങളെക്കാളും നല്ലവർ താഴെയുണ്ട മേലെയുണ്ട. അല്ലാഹു മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അതാ ഇബ്ലീസ്, അവന്റെ പണ്ടത്തെ പേര് ഇബ്ലീസ് എന്നല്ല, അസാസിൽ. അവന്റെ ഒറിജിനൽ പേര് അങ്ങനെ നെയിം ചേഞ്ച് ആക്കിയത് അസാസിൽ. അസ്രായിലിന്റെ ഉസ്താദ്, ജിബ്രീലിന്റെ ഉസ്താദ്, എല്ലാ മലായികത്യങ്ങളും ഉസ്താദ്. അവിടെ അങ്ങനെ നല്ല ഉസ്താദ് മാത്രമല്ല, ആ ചങ്ങായി അള്ളാഹ്ക്ക് നല്ലോണം സുജൂദ് വിട്ട് സ്വർഗത്തിൽ. ആ ചങ്ങായി സുജൂദ് ഇടാത്ത 1 ഇഞ്ച് സ്ഥലം സ്വർഗത്ത് ബാക്കിയില്ല. നമ്മളെ പോലെ ആട്ടിക്കൊരിക്ക പുണ്യമുക്കൊരിക്ക വള്ളിക്കൊനല്ലോ, എപ്പോഴും സുജൂദ്. ഞമ്മ ഇൻഷാല്ലാഹ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം റമദാനിൽ വന്നിട്ട് പോയിനോ, 3 കൈ വന്നിട്ട് മറ്റത് വരും. ഇതിന്റെ ഇടയിൽ 9 വന്നിട്ടില്ല. അങ്ങനല്ല, നല്ലോണി പാത്രത്തിൽ നല്ല ഉഷാറില്ല. അങ്ങനെ എന്താക്കി ഒരവസരം അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹ് പഠിച്ചു. അല്ലാഹ് പറഞ്ഞ് കുറെ വസ്തുക്കളെല്ലാം ശേഖരിച്ച് അല്ലാഹ് പഠിച്ചിട്ട് പറഞ്ഞ് ഇതിന്റെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മലായികത്യങ്ങളോട്. മലായികത്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലാത്ത ഒരു ഇൽമു, ഒരു അറിവ്, ഒരു നോളജ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ എങ്ങനെയാ ഇതിന്റെ പേര് പറയണ്ടേ? അപ്പോഴാണ് ആദം എന്ന മനുഷ്യനെ വിളിച്ചിട്ടല്ല പറയുന്നത്, ആദമേ ഇതിന്റെ പേരും വിവരവും പറഞ്ഞു കൊടുക്ക, ഇതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുക്ക. ആദം നബി അലൈഹിസ്സലാം മണിമണിയായിട്ട് പറഞ്ഞ നേരം മലായികത്യങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അപ്പൊ അല്ലാഹ് മലായികത്യങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ആദം നിങ്ങളെ ഉസ്താദായി, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച ആളായി. അതുകൊണ്ട് ഉസ്ജുദൂ ലിആദം, ആദമിനെ ബഹുമാനിക്കണോ. ഉസ്താദല്ലേ എന്നറിഞ്ഞിട്ട് 3000 ശമ്പളം ഉണ്ടല്ലോ അറിഞ്ഞിട്ട് ഒപ്പിക്കണ്ട. ആലിമല്ലേ, ഉസ്താദല്ലേ, നല്ലോണം ആദരവ് വേണം, ബഹുമാനം വേണം. അതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണം പറഞ്ഞപ്പോ, തല കുടിക്കണോ എന്ന് പറഞ്ഞപ്പോ എല്ലാ മലായികത്യങ്ങളും ഫസജദൽ മലായിക, എല്ലാ മലായികത്യങ്ങളും ആദം അലൈഹിസ്സലാമിനെ ബഹുമാനിച്ച, താണു വണങ്ങി അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടു. ഇല്ലാ ഇബ്ലീസ്. ഇങ്ങെന്തോ വാട്സപ്പിൽ ആഡ് ആക്കിനല്ലേ, എന്ത് മുണ്ടുന്നേ ഇല്ല. ഇല്ലാ ഇബ്ലീസ്. ഇത്ര സൗണ്ട് ഉണ്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോ നിങ്ങൾ ഇല്ല, ഞാൻ പറഞ്ഞു ചെല്ലേ മതിയല്ലേ, കേൾക്കണോ? ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, ഇബ്ലീസ് ബഹുമാനിച്ചില്ല. അല്ലാഹുവോനോട് പറഞ്ഞെന്തറിയാ, 1000-ലെ 14,000 ആണ്ട്. എത്ര? 1 അല്ല 2 അല്ല 100 അല്ല 1000 അല്ല, 14,000 ആണ്ട് സ്വർഗത്തിൽ അല്ലാഹുക്ക് സുജൂദ് ഇട്ടവനാണ് അസാസിൽ. 14,000 ആണ്ട്, 14,000 വർഷ. 1 അല്ല 2 അല്ല. അവന്റെ അത്ര കണ്ടുള്ള ഇബാദത്ത് അല്ലാഹ് ബാത്തിലാക്കി, അവന്റെ അമലല്ല പൊളിച്ചു കളഞ്ഞു, അവന്റെ ഇൽമല്ല എടുത്തു കളഞ്ഞു. അവനോടല്ല പറഞ്ഞു, കടക്ക് പുറത്ത് പോ, പുറത്ത് ഫഖുർജ ഫഇന്നക റജീം. കടക്ക് പുറത്ത് പോ, പുറത്ത്. എന്തേ ഓനെ പുറത്താക്കാൻ കാരണോ? ഓന്റെ നിസ്കാരം, ഓന്റെ സുജൂദ് ശരിയാവാഞ്ഞിട്ടല്ല, ഓന്റെ സുജൂദ് കുറഞ്ഞതുമല്ല, ഓന്റെ ഇൽമ് കുറഞ്ഞതുമല്ല. പിന്നെയാ ബഹുമാനിക്കപ്പെടേണ്ട ആളെ ബഹുമാനിച്ചില്ല. ഇപ്പൊ പള്ളി, മദ്രസ, ഇങ്ങനത്തെ മജ്ലിസിലെല്ലാം, ഇങ്ങനത്തെ മജ്ലിസുകളോടെല്ലാം നല്ല ബഹുമാനം പോണം. ഇത് കുട്ടിക്കളിയല്ല. പള്ളിയോടെ എന്റെ കുറ്റുങ്ങ വെച്ചാക്കേണ്ടിയല്ല. ഇത് ബജാറിൽ വേണമെങ്കിലും പൊരൻ്റെ വേണമെങ്കിലും വൈചെല്ലാം പറഞ്ഞാൽ നീ പള്ളിൻ്റെ അടക്ക വാങ്ങ. ഇത് പള്ളി എന്താ ക്ലബ്ബാ? പള്ളിൻ്റെ അടക്കാരായ
പള്ളിൻ്റെ മിണ്ടാനേ കയ്യ, പള്ളിൻ്റെ മാടി കുത്തി നടക്കാൻ കയ്യ, പള്ളിൻ്റെ മൊബൈൽ ചെല്ലാൻ കയ്യ, പള്ളിൻ്റെ കൂറ്റും കോച്ചാക്കാൻ കയ്യ, മജ്‌ലിസും അങ്ങനെ തോന്നിയ പോലെ ഇരിക്കാൻ കയ്യ, തോന്നിയ പോലെ എണീക്കാൻ കയ്യ, തോന്നിയ പോലെ പോവാൻ കയ്യ. അതിനോട് നല്ല ബഹുമാനം വേണം. എല്ലാം പോയില്ല ഓന്റെ അമല്. ബഹുമാനം ഇല്ലാതെ പോയപ്പോ എല്ലാ അമലും എല്ലാം എടുത്തു കളഞ്ഞു. കാലാകാലം അവനെ ശപിച്ചു വിട്ടു. കാലാകാലം നിന്റെ മേലെ എന്റെ ലാനത്തുണ്ട്, ശാപമുണ്ട്. നീ ഇനി നന്നാവല, നിനക്ക് മാപ്പില്ല, തൗബയില്ല, നിനക്കിന് സ്വർഗപ്രവേശനമില്ല. ഓനെ പുറത്താക്കി. എന്റെ വിഷയം പറഞ്ഞ ഓനെ പുറത്താക്കിയിട്ടായ പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന് മുണ്ടാനും വിഷയാക്കാനും കുസാളാക്കാനും ആടെ ഒരാളില്ല. എടെ എടെ സ്വർഗലോകത്ത്. കാരണം ഓൻ്റെ നല്ല കമ്പനി ആയിട്ടുണ്ടായി. മറ്റൊരു മാച്ചാന്നില്ല, മലായിക്കത്തിങ്ങ മാച്ചല്ല. കാരണം അവർ മനുഷ്യന്മാരെ പോലല്ലല്ലേ, അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്തല്ല മാച്ചാന്നില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറച്ചെങ്കിലും ഒരു ടൈം പാസ് ഓന ഉണ്ടായി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നതാണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, ഇത് തോന്നിയത് വിളിച്ചു പറയുന്നതല്ല. മഹാനായ ഇബ്നു അബ്ബാസ് വഇബ്നു മസ്ഊദ് വനാസിം മിനസ് സഹാബ, സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. അതേ, ലമ്മാ ഖറജ ഇബ്ലീസ് മിനൽ ജന്ന, ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ നേരം, വഅസ്കനാദമുൽ ജന്ന, ആദം അതാ സ്വർഗ്ഗത്തിൽ അങ്ങനെ താമസിക്കുന്നു. ഫബകാ ഫീഹാ വഹദ, സ്വർഗ്ഗത്തിൽ ഒറ്റക്കായി. ഇനി വിഷയാക്കാനും കുറ്റാക്കാനും ആളില്ല, ഉണ്ടാനും നേരം പോക്കാക്കാൻ ആളില്ല. വമാ കാന മഅഹു മൻ യസ്തഇനിസു ബിഹി, ആദം നബി അലൈഹി ഇസ്ലാമിന് നേരം പോക്കിന് കൂട്ടിന് പറ്റിയ ഒരാൾ അവിടെ വേറെയില്ല. മഹാനർ വല്ലാത്ത ടെൻഷനിലായി. സ്വർഗലോകത്തും അങ്ങനെ ടൈം പാസിന് ആള് വേണോ? പിന്നെ മനുഷ്യന്മാർക്ക് കൂടെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക. സ്വർഗലോകത്ത് ആദമിന് ഏതാ ടെൻഷനായി? ഇത് തഫ്സീർ റാസിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഫഅൽഖല്ലാഹു തആല അലൈഹി അന്നൗമാ, ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഒരു വറക്കിട്ട് കൊടുത്തു, ഭയങ്കരമായൊരു വറക്ക്. ആ വറക്കിയ നേരത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഇടതുഭാഗത്ത് ഒരു വളഞ്ഞ വാരിയല്ല ജീവനോട് അല്ലാഹു ഊരിയെടുത്തു. ആ എല്ല് ഊരിയെടുക്കുമ്പോ എല്ലിന് ജീവൻ ഉണ്ടായി. അതുകൊണ്ടാണ് ജീവനുള്ള സാധനം എന്ന അർത്ഥത്തിലാണ് ആ എല്ലുകൊണ്ട് പടക്കപ്പെട്ട പെണ്ണിന് ഹവ്വ, ഹയ്യത്ത്, ഹവ്വ എന്ന പേര് വന്നു. ഉറങ്ങിയ സമയത്ത് ഇടത്തെ ഭാഗത്തെ വാരിയല്ല. നിങ്ങൾ നോക്കി, നമ്മളെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ പുറം ഭാഗത്ത് ഒന്ന് സ്കാനിങ് ആക്കിയെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വാരിയല്ലില്ല, ഇടത്തെ ഭാഗത്തൊന്ന് കമ്മിയുണ്ട്. എന്തേനെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ല, എന്തേനെ ചെയ്തോളിന്നിട്ട് പോയിനാ? ഇല്ല ഇല്ല ഇല്ല, അതല്ല ഊരിയെടുത്തിട്ട് ആ ജാഗലല്ല ഇറച്ചി ഫില്ല് ചെയ്തോ. എന്നിട്ട് ആ പെണ്ടായ വളഞ്ഞ വാരിയല്ലിൽ നിന്നിട്ട് അല്ലാഹു ഹവ്വ എന്ന പെണ്ണിനെ പടച്ചു. ആദം നബി അലൈഹി സ്വലാം ഉറക്കിലാണ്. ആദം നബി സംഗതിയെ അറിയാല. അങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണു തുറക്കുന്നതിന് നോക്കുമ്പോ തലന്റെ ഒരു സുന്ദരിയായ പെണ്ണ്. അങ്ങനത്തെ ഒരു ജാതിനെ, ഒരു സാധനത്തിനെ കാണുന്നുണ്ട് ഫസ്റ്റ്. സ്വർഗത്തിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ട മഹാൻ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് കാണുന്ന അത് എന്തോ ഒരു ഗ്ലാമർ, ചന്തത്തിന്റെ കുട്ടി, അങ്ങനത്തെ ഒരു പെണ്ണ്. മഹാൻ അത്ഭുതത്തോടെ കേട്ട്, നീ ആര്? മന്നന്തി. മഹദി പറഞ്ഞു, കാലത്ത് ഞാനൊരു പെണ്ണ് എന്ന് പറഞ്ഞു. ഐ ആം ലേഡി, ഒരു പെണ്ണ്. നീ എന്തിന് വന്നേ? നിന്നെ എന്തിന് പഠിച്ചേ? നീ ആര്? അപ്പൊ മഹദി പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനത്തിന്, റാഹത്തിന്, സന്തോഷത്തിന്, നിങ്ങൾക്ക് സമാധാനത്തിന്, റാഹത്തിന്, സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല എന്നെ പഠിച്ചതാണ്. പേരെന്ത് എന്ന് ചോദിച്ചപ്പോ ഖാലൂ മലായികത്തിങ്ങളാണ് ആൻസർ പറഞ്ഞ ഹവ്വാ. പേര് ഹവ്വാന്ന്.
ഇരിക്കട്ടെ. അങ്ങനെ സ്വർഗലോകത്ത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് സമാധാനം കൊള്ളാനും ശാന്തി കൊള്ളാനും റാഹത്ത് കൊള്ളാനും അതേ എല്ലാം കൊണ്ടും നല്ല ജീവിതത്തിനു വേണ്ടിയിട്ടാണ് പെണ്ണായ ആദമിനെ സ്വർഗത്തിൽ പടച്ച. അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞല്ലോ, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ പെണ്ണും സ്വർഗത്തില് സന്തോഷത്തോടെ കഴിഞ്ഞു. ഉസ്കുൻ ഉസ്കുൻ ജലങ്ങന്ത് സക്കന യസ്കുനു മസ്കൻ തസ്കുൻ. എന്താ ഇതിന്റെ അർത്ഥം? മസ്കനി ജലങ്ങന്ത് എന്തായി, തസ്കുനി ജലങ്ങന്ത് മസ്കനി ജലങ്ങന്ത്. ഞമാ അർത്ഥം വെക്കും പോരല്ലേ, വീട് ഹൗസ് മസ്കൻ. സംഗതി പോര തന്നെ. എങ്ങനത്തെ ഏത് പോരറിഞ്ഞ അതിന് എല്ലാത്തിനും പോരെന്നർത്ഥം വെച്ചങ്ങാവല്ല. അങ്ങനെ നോക്കിയെങ്കിൽ ദാറ് പോരെ, ബൈത്ത് പോരെ, മൻസില് പോരെ, മസ്കന് പോരെ, എല്ലാം പോരെ. വീട് എല്ലാം വീടാവോ? അതിന്റെ അർത്ഥത്തോടു കൂടി അതിന്റെ ആശയം പറഞ്ഞ അർത്ഥം പറഞ്ഞു. എന്തേ മസ്കനി ചെല്ലെങ്കില്? മസ്കനി ചെല്ലെങ്കില് സമാധാനത്തിന്റെ ജാഗ. അപ്പൊ പോരൻ ചെല്ലെങ്കില് തല്ലുകൂടാനുള്ളതല്ല. അപ്പൊ ഭാര്യ സമാധാനത്തിനുള്ളത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. വിശുദ്ധ ഖുർആനിലുള്ള പറയുകയാണ്, അള്ളാഹിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു അതാ നിങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന് ലിതസ്കുനൂ ഇലൈഹാ, റാഹത്ത് കൊള്ളാൻ, സമാധാനം കൊള്ളാൻ, നല്ല സമാധാനത്തിന്റെ ജീവിതം നടത്താൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നിട്ട് ഒരു ഇണയ, ഒരു തുണയ അല്ലാഹു പടച്ചു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല അളവറ്റ സ്നേഹവും കൃപയും ഇട്ടു തന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. നോക്കൂ, നിങ്ങൾ ഏതോ ഒരു പെണ്ണായിരുന്നു അവൾ, ഏതോവരാണായിരുന്നു ഞാൻ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ രണ്ടാളും അതാ കൈ കൊടുക്കുന്നു, യോജിക്കുന്നു, നിക്കാഹ് എന്ന ഹലാല് കർമ്മത്തിലൂടെ വന്നിക്കുന്നു. അങ്ങനെ വന്നിച്ചപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കിടയിൽ സ്നേഹം കൂടുന്നു, പിരിശപ്പാട് കൂടുന്നു, ആദരവ് കൂടുന്നു, അംഗീകാരം കൂടുന്നു. ഒരു സെക്കൻഡിൽ എന്റെ ഓള് ഉദാഹരണോ മങ്ങാലായിട്ടില്ല, എനക്കറിയില്ല, ഓക്കെ എന്നെ അറിയില്ല, ആർക്കും അറിയാല. നിങ്ങളതും അങ്ങനെ ഒരു നാക്കി പിന്നെ ബസ്സിൽ പോകുമ്പോ പരപ്പല ആരോ തോണ്ടിനോ ഓളെ, ബസ്സില ബസ് സ്റ്റാൻഡില. ഇങ്ങനെ ഉദാഹരണം ചെന്ന ഞാൻ കെട്ടിയിട്ടുമില്ല, കെട്ടുന്ന പെണ്ണെന്ന് ഫിക്സ് ആയിട്ടുമില്ല. ഓൾക്കും അങ്ങനെ, നിങ്ങൾ കെട്ടുന്ന നിങ്ങൾ അവളെ മാപ്പിളാന്നോ ഭർത്താവുന്നോ അല്ലെങ്കിൽ നാളെ മറ്റൊന്ന് മങ്ങാലാവുന്നോ ഓക്കും പറഞ്ഞിട്ടില്ല. ഏതായാലും പോയ കുടുംബശ്രീന്റെ മീറ്റിങ്ങിന് പോയതാ അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതെന്ന് അറിയാല. പോയിട്ട് അവിടെ നിൽക്കുമ്പോ ബസ് സ്റ്റാൻഡിൽ ആ ബസ്സിൽ ആരോ തോണ്ടിനെടുത്തോ. ആ തോണ്ടുമ്പോ ആൾക്കാർ കണ്ടു, കൂറ്റായി ഗൗജായി ഭയങ്കര വിഷയാന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും നിങ്ങളും നിങ്ങളെ നോക്കി എന്ത് കൂറ്റി എന്താണ് വിഷയം, എന്താണ് അതാരോ തോണ്ടിയോലോ അത്ര അല്ലേ അല്ലേ. ഞാൻ പോയില്ലേ, എന്തു ഇടപെട്ട? ഇനി ഇടപെട്ട അങ്ങനെ വേറെ കുറെ ഇടപെട്ടണ ഇല്ലെന്തേ? ആരോ ഒരു പെണ്ണ് ആരോ ഒരുത്തും തോണ്ടി. അതിനിപ്പോ ഞാൻ ഇല്ലേ, അതേ പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയായി, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയായി. എന്നിട്ട് ആ പെണ്ണിന് ഇതേ ബസ് സ്റ്റാൻഡിലോ മറ്റോ ആരോ ഒരാൾ തോണ്ടി എന്നിരിക്കട്ടെ, എന്തായിരിക്കും ഞങ്ങളെ പ്രതികരണം? എന്തായിരിക്കും ഞങ്ങളെ ഇടപെടല്? എങ്ങനെയായിരിക്കും ഞങ്ങൾ കൈകാര്യം ചെയ്യാല്? അതാണ് ആരോ ഒരുത്തി, ആരോ ഒരാള്, ആരോ ഒരുത്തന്. എന്നിട്ടതാ ഒരു സുപ്രഭാതത്തിൽ അവർ ഹലാലായ വിവാഹത്തിൽ ഏർപ്പെട്ടപ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അളവറ്റ പിരിശപ്പാടും സ്നേഹവും കാരുണ്യവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. പിന്നെ അവർക്ക് അകലാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല, പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. സമാധാനത്തിനുള്ള ജീവിതത്തിനാണവർ, റാഹത്തിനുള്ള ജീവിതത്തിനാണവർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബാല്യക്കാരെ, യാ മാഇശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ബാല്യക്കാരെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു,
മംഗലം കഴിക്കാൻ നല്ല ആവതും ആഗ്രഹവും ആശയവും ഉണ്ടെങ്കിൽ നല്ലൊരു മംഗലം കഴിച്ചോളണോ. അല്ല ഉസ്താ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലേ, എന്റെ ഓളന്ന് മേങ്ങിരി കെട്ടാൻ തീരുമാനിച്ചില്ല. നീ കെട്ടണ്ട ഓള പൈസ മേങ്ങിയിട്ട് കാശിപൊന്ന് പണ്ടം മേങ്ങിയിട്ട് നീ കെട്ടണ്ട. അങ്ങനെ കെട്ടണമെന്ന് ധീര പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല. നന്നായിട്ട് കേട്ടോ. വഅൻകിഹുൽ അയാമാ മിൻകും വസാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല സ്വാലിഹീത്തുകളായ പെണ്ണുങ്ങളെ, നല്ലവരായ പെണ്ണുങ്ങളെ നിങ്ങളെ കല്യാണം കഴിച്ചോളൂ. കാശില്ലാലോ പൈസയില്ലാലോ എന്ന ടെൻഷന് വേണ്ട. നിങ്ങൾ പാവങ്ങളാണെങ്കിൽ ഫക്കീറന്മാരാണെങ്കിൽ സാധുക്കളാണെങ്കിൽ അല്ലാഹു നിങ്ങളെ പണക്കാരനാക്കും. നിങ്ങൾ പൈസയില്ല പൈസാട്ട് എന്ന് പറഞ്ഞിട്ട് മംഗലട്ടാക്കണ്ട. സമയമായാൽ ഒത്തുവന്നാൽ നല്ല മാച്ച് ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറാണെന്ന് തോന്നിയാൽ കെട്ടിച്ചോളൂ, കെട്ടിക്കോളൂ. പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ഇപ്പൊ പൈസ വാങ്ങാക്കുന്ന ചില മനുഷ്യന്മാർ, ചില ആൾക്കാർ പൈസ വാങ്ങാത്തില്ല. കുറച്ച് പൈസ ഉണ്ടോ എന്നെങ്കിലും അവിടുന്ന് കുറച്ച് കിട്ടണോ, അവിടുന്ന് ഓളം കാശ് വന്നി. ചില ബാലക്കാർക്ക് അവളത് കിട്ടണമെന്നില്ല, അയാൾ കാശൊന്നുമില്ല. ബാലക്കാരന് പുതിയാപ്പിള കാശൊന്നുമില്ല. കാശി പൊന്ന് വേണമെന്നൊന്നുമില്ല. നല്ലൊരു പെണ്ണ് വേണം. നിങ്ങൾ ദ്വാരക്കണോ? പിന്നെ കാശി പൊന്നൊന്നും വേണ്ട. ആയെങ്കിലും ബാപ്പ വിടുന്നില്ല. മേങ്ങണോ? ബാപ്പ മേങ്ങാതെ വിടുന്നില്ല. ബാപ്പാടെന്നെ കെട്ടാ ചെല്ലി തീർന്നില്ലേ? അവിടെയാണ് നിന്റെ തന്റെ ഇടം കാണേണ്ടിയേ. അവിടെയാണ് നിന്റെ ആണത്വം കാണേണ്ടത്. അവിടെയാണ് നിന്റെ ഈമാന് കാണേണ്ടത്. ആ നിലക്ക് വിലപേശിയിട്ട് പൈസയും പണ്ടവും പറഞ്ഞിട്ട് കാശും പൊന്നും പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കണ്ട വാപ്പ. പെണ്ണ് തേടണ്ട വാപ്പ. പെണ്ണുമക്കളോട് അവരെ വീട്ടുകാരോട് അങ്ങനെ പറയല്ല വാപ്പ. അവർ തരുന്നതിന് തെറ്റില്ല, തരുമല്ലോ. എന്റെ മോളെ ഞാനൊരു ചെക്കനെ കെട്ടിച്ചു കൊടുക്കുമ്പോ എന്റെ മോളെ ഞാൻ ബേക്കറിക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ അയച്ച പോലെ ആക്കോ. ഞാൻ എന്റെ മട്ടം പോലെ എല്ലാം എന്റെ പറയും, എന്റെ ചാളും എന്റെ പറമ്പും എന്റെ ആണ് കിടക്കൊക്കെ എന്റെ പിന്നായ പോലെ. എന്റെ പെണ്ണ് കിടാവല്ലത് എന്റെ കയറിലല്ലേ, ഞാൻ എന്റെ പെണ്ണൊക്കെ കിടത്തുവാ. പക്ഷെ നീ കണ്ടീഷൻ വെക്കണ്ട. ഇത്തര വേണോ? അത് മുള്ളേരുന്ന ആട് കൊണ്ടിരുന്നല്ല, അത് പെണ്ണ്. ഇത്തര കിട്ടണോ? നീ എന്ത് സുബ്രഹ്മണ്യത്ത് പോത്തനോണ്ടിരുന്ന കാശി നോക്കണ്ടോന്ന് പറഞ്ഞു. നീ കണ്ടീഷൻ വെക്കണ്ട. അത് ദീനല്ല, അത് ദീനല്ല. അവർ തരട്ടെ, അത് അവർ വിട്ട്, അത് അവർക്കുള്ളതാണ്. നീ നോക്കേണ്ടത് ദീന് നോക്കിയിട്ട് കെട്ടിക്ക. നീ മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ ഇതേറെ പറയപ്പെടേണ്ടതാണ്. ഇന്ന് കണ്ട സ്ഥലത്ത് കോളേജ് കുമാരന്മാർ ലിങ്കാവുന്നു. അവരതാ പരസ്പരം മിണ്ടുന്നു, സംസാരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെ ഭാര്യപദത്തിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. മാസം തികയുന്നതിന് മുമ്പ്, വർഷം തികയുന്നതിന് മുമ്പ് അവരതാ ഡിവൈഡായിട്ട് പിരിയുന്നു, തല്ലുകൂടുന്നു. പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കളർഫുൾ ലൈഫ്, അതല്ലെങ്കിൽ കണ്ണേ കർല എന്നുള്ള വിളി മംഗലം കഴിഞ്ഞ് പിന്നെ ഇല്ല. എന്തുകൊണ്ടില്ല? അതിന്റെ മുമ്പ് തന്നെ ഹറാമിൽ തന്നെ തുടങ്ങിയത്. ഓൻ ചെല്ലാൻ പറഞ്ഞ ഉസ്താദെ പെണ്ണെല്ലാം നോക്കിട്ട് വെച്ചിന് അടുത്ത മാസം ഡിസംബർ, അടുത്ത മാസമല്ല, ഇനി എത്ര മാസം ഉണ്ട് ഡിസംബറിന്? ഇല്ലേ, 5-8 മാസം ഇല്ലേ? ഡിസംബറിൽ എൻഗേജ്മെന്റ്. ഡിസംബറിൽ എന്ത് എൻഗേജ്മെന്റ്? ഇന്നത്തെ ഡിസംബറിൽ മംഗലം. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നീ ഊട്ടിക്കെല്ലാം പോയത് ഇത് എന്ത് മെന്റ്? ബേക്കളം ബീച്ചെല്ലാം ചുറ്റിട്ട് വന്നിട്ട് അവളെ കയ്യിൽ മൊബൈലെല്ലാം കൊടുത്തിട്ട് ഇതെന്ത്? ഇസ്ലാം അനുവദിച്ചതാണോ? പച്ച ഹറാമല്ലേ? ഇത് വ്യഭിചാരമല്ലേ? ആ വ്യഭിചാരത്തിലൂടെ തുടക്കം കുറിച്ച കാര്യം പിന്നീട് നീ ഹലാലാക്കിയിട്ട് തുടരുമ്പോ അവിടെ ബർക്കത്ത് മൈനസ് കാണുന്നു. അവിടെ എല്ലാ നിലക്കുള്ള കുരുത്തക്കേട് കാണുന്നു. പെട്ടെന്ന് പിരിയേണ്ടി വരുന്നു. ഇനൊരു വേള പിരിയേണ്ടി വന്നില്ലെങ്കിൽ തന്നെ അവിടെ തല്ല് മാറുന്നില്ല, മുലുമാല് മാറുന്നില്ല.
വൈകുന്നേരം ഓറ് മങ്ങാലാന്നിന് പിന്നെ യവോ ഓൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഓക്ക് വിളി വരുന്ന കരച്ചൽ വരുന്ന ഓ ഹായ് ഹൂയിന്ന് കേട്ടില്ലെങ്കിൽ ഈ ചങ്ങായിക്ക് ഹേയ് ഹേയ് എന്നല്ലാന്ന് അങ്ങനത്തെ എല്ലാം ഉണ്ടായ അവസ്ഥ. ഇപ്പൊ പോയിട്ട് ഉമ്മാന്റെ പേരിൽ 9 മാസമായി വിളിച്ചെങ്കും വരുന്നില്ല. ഓ അങ്ങനെ പോവാണ്ട് തന്നെ ഏകദേശം 8 മാസം അങ്ങോട്ടുമായി ഓനും പോകുന്നില്ല. സംഗതി എന്ത് ഇത് വിഷയം പറഞ്ഞ ഒന്നാമത് കെട്ടുമ്പോ രണ്ടാളും ദീന് നോക്കിയിട്ടില്ല. ഓറെല്ലാം നോക്കണ്ടേ, ചെക്കനും ചെക്കിയും അല്ല ദീന് നോക്കണ്ടേ. കെട്ടിക്കുന്ന ബാപ്പ ഉമ്മ കാക്ക കാരണവന്മാര് നാട്ടുകാർക്ക് ബിരിയാണി ആക്കാണോ അല്ല മന്തി ആക്കാണോ നല്ല തീരുമാനിക്കണ്ടേ. അത് പിന്നെ മുന്നേ ദീന് നോക്കിയിട്ട് പെണ്ണ് സെലക്ട് ആക്ക്, ദീന് നോക്കിയിട്ട് ചെക്കനെ സെലക്ട് ആക്ക്. മന്തിയും കുന്തും പിന്നെ നോക്കാം. മന്തി കൊടുക്കണ, ബിരിയാണി ആക്കണ, അതിന്റെ കൂടെ കച്ചമ്പാർ വേണ, ദാളും വേണ. ഭയങ്കര കാര്യം. അതിന് 6 വട്ടം മീറ്റിംഗ് എല്ലാം കൂടെ ഉണ്ട്. 3 വട്ടം പേരിലും 4 വട്ടം അവന്റെ പേരിലും 3 വട്ടം ഓള പേരിലും. എത്ര ആള് വരണോ എത്ര ആള് പോണോ എന്ന് മയത്തോണ്ടോ ഞാൻ ശരിക്കാൻ പറയുന്നതല്ല. ഇത് നിങ്ങളോട് പറയുന്ന നാട്ടുകാരോട്, നിങ്ങളോട് നിങ്ങളെ മഹല്ലത്തിൽ നടക്കുന്ന വിവാഹം എന്ന പരിശുദ്ധമായ ചടങ്ങ് അത് എല്ലാം കൊണ്ടും ഇസ്ലാമിയത്തിന്റെ ആചാരമാണ്. അത് ഏറ്റവും വലിയ ഇബാദത്താണ്. വിവാഹം എന്നത് ഇബാദത്തല്ലേ അല്ലേ? ഹബീബായ റസൂലുള്ളാഹി ഉർക്കച്ചല്ലേ മുസ്തഫായ റസൂലുള്ളാഹി മംഗലം കഴിച്ചോറ് സലാത്ത് വെച്ചും ചൊല്ലി അല്ല ഏതും കഴിച്ചിട്ടായല്ലേ. ഇനിയിപ്പോ ഞങ്ങൾ ഇത് കേൾക്കുന്നതിനേറ്റ് അവർ ഭയങ്കര തണ്ടായി. നീ എന്നെങ്കിലും സലാത്തിൽ നിങ്ങൾ തണ്ടായിരുന്നാ സലാത്ത് വെച്ചും ചൊല്ലിക്കോളി. കേൾക്കാത്ത ബാല്യക്കാറ് കെട്ടാത്ത ബാല്യക്കാറുണ്ടെങ്കിൽ ശരിക്കും കേട്ടോളി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിനചര്യ, ദൈനംദിന ജീവിതത്തിന്റെ കർമ്മങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബുഖാരിന്റെ ഹദീസാണ്. 3 ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. ആയിഷ ബീബി മാത്രമാണ്. ആയിഷ ബീബിയോട് വന്നവർ കേട്ടു, ആയിഷ ഉമ്മ റസൂലുള്ളാഹിന്റെ ഇബാദത്ത് എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ്? ആയിഷ ഉമ്മ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടക്കിടക്ക് രാത്രി നല്ലോണം ഉറങ്ങും, ചിലപ്പോ എണീച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില പകലുകളിൽ സുന്നത്ത് നോമ്പ് നോക്കും, ചില പകലുകളിൽ നോമ്പ് ഒഴിവാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട് എന്നിങ്ങനെ അവരോട് പറഞ്ഞപ്പോ വന്ന 3 ആളിൽ ഒരാൾ പറഞ്ഞെന്തറിഞ്ഞ, റസൂലുള്ളാഹി തങ്ങളെ ഇബാദത്ത് റസൂലുള്ളാഹിക്ക് മതി, പക്ഷെ ഞങ്ങൾക്കത് മതിയാവേല. റസൂലുള്ളാഹി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പെണ്ണ് കെട്ടീന്, കിടാക്കുണ്ട്, മക്കളുണ്ട്, രാത്രി കുറച്ച് സുന്നത്ത് നിസ്കരിക്കുന്നു, പകല് ചിലപ്പോ സുന്നത്ത് നോക്കുന്നു. ശരി, റസൂലുള്ളാഹിക്ക് അത് മതി. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും വലിയ മുത്തഖിയാണ്. അനാത്തഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നവനും പേടിച്ചവനും അനുസരിക്കുന്നവനും ഞാനാണ്. അത് റസൂലുള്ളാഹിക്ക് മതി, പക്ഷെ ഞങ്ങൾക്കത് മതിയാവേലാലോ, ഞങ്ങൾ സാധാരണക്കാരല്ലേ. അപ്പൊ വന്ന ഒരാൾ പറഞ്ഞ്, ഇനി മുതൽ ഞാൻ രാത്രി ഉറങ്ങല, ഫുള്ള് ഇബാദത്ത് തന്നെ. രണ്ടാമത്തെ ആള് പറഞ്ഞ്, ഞാനിനി പകല് ഒറ്റൊരു ദിവസവും സുന്നത്ത് നോമ്പ് പിടിക്കാതിരിക്കല, ഇനി എപ്പോഴും സുന്നത്ത് നോമ്പ് തന്നെ. മൂന്നാമത്തെ ആള് പറഞ്ഞ്, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, ഇനി കെട്ടുന്നുമില്ല. എന്തേ, പെണ്ണ് കെട്ടിയാ പിന്നെ അതിന്റെ ബാക്കിന്ന് പോണ്ടേ, വിരുന്ന് അത് ഇത്, പിന്നെ ഇനി തിന്നാൻ കൊടുക്കണോ, എന്നെ 5-8-9 മാസം കഴിഞ്ഞിട്ട് കിടാവായെങ്കിൽ ഇനി ചെല്ലും വേണ്ട, പിന്നെ അതിന് ആശുപത്രിയായി, പിന്നെ LKG UKG അങ്ങനെ ഒരുപാട് KG തലച്ചൂടിന്റെ മേലെ തലച്ചൂട്. അല്ലെങ്കിൽ ചെന്ന് കേട്ടിട്ടേ പെണ്ണും കെട്ടി കണ്ണും പൊട്ടി ചെന്ന് കേട്ടില്ല അല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇയാൾ പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, ഞാൻ പെണ്ണ് കെട്ടുന്നില്ല. റസൂലുള്ള കെട്ടിനി കിടാക്ക കുട്ടിയെല്ലാം ഉണ്ട്, റസൂലുള്ളാഹിക്കാവും, നമുക്കതാവല്ല. കാരണം നമ്മൾ ഈ ഭാഗത്ത് ശരിയാകുന്നില്ല, ഞങ്ങൾക്ക് ഈ ഭാഗത്ത് മതിയാകുന്നില്ല, നാളെ ആഖിറ രക്ഷപ്പെടണ്ടേ, അതുകൊണ്ട് പെണ്ണേ കെട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നിട്ട് പറഞ്ഞ്, നിങ്ങളെല്ലാ വിഷയം ഞാൻ കേട്ട്, നിങ്ങളെല്ലാ വിഷയം ഞാൻ കേട്ട്. എന്നിട്ട് റസൂലുള്ളവരോട് പറഞ്ഞു, അതെ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ പേടിച്ചവനാം തഖ്വയുള്ളവനാം അനുസരണയുള്ളവനാം ഞാനാണ്. എന്നിട്ട് പോലും ഞാൻ
ഞാൻ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വിവാഹം എന്നത് എന്റെ സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ് എന്നത് എന്റെ സുന്നത്താണ്. എന്റെ സുന്നത്ത് ഒരാൾ ഒഴിവാക്കുന്നെങ്കിൽ അയാൾ എന്നിൽ പെട്ടവനെ അല്ല, മുസ്ലിമേ അല്ല. അതുകൊണ്ട് ബ്രഹ്മചര്യ അത് ഇസ്ലാമികമല്ല. ബ്രഹ്മചര്യ അല്ലെങ്കിൽ ഒന്നുകിലോ മങ്ങലാവാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മങ്ങലായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്ന, ഇത് രണ്ടും ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, വിവാഹം കഴിക്കണം, നല്ല പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കണം. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, നല്ല ആണിനെ നോക്കിയിട്ട് പെണ്ണിന് കെട്ടിച്ചു കൊടുക്കണം. അത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ സംബന്ധിച്ച് ദീനുഹു വ ഖുലുഖുഹു, അവന്റെ ദീനിനെ സംബന്ധിച്ച് അവന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയപ്പെട്ടാൽ നല്ലവനാണ്, നല്ലതാണ്, നല്ല സംസ്കാരമുള്ളവനാണ്, പള്ളിയുമായി ബന്ധമുള്ളവനാണ്, അനുസരണയുള്ളവനാണ്, അദബും ഗുരുത്വവും ഉള്ളവനാണെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ അവനെ കല്യാണം കഴിച്ചോളൂ. നിങ്ങൾ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് വലിയ ഫിത്തനയുണ്ടാവും കേട്ടോ. അവനൊരു വേള വ്യഭിചാരത്തിലേക്ക് പോവും കേട്ടോ. അത് പിന്നെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും. കാരണം നല്ലൊരു ചെക്കനെ കിട്ടിയിട്ട്, നല്ല ദീനുള്ള നിലപാടുള്ള പുതിയാപ്പിളനെ കിട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. പണം നോക്കണ്ട, പണം പോണം, പണം ഇല്ലാണ്ട് എന്തുവാന്നില്ല, ഇങ്ങനത്തെ തലാട്ടൊന്നുമില്ല. പൈസ ഇല്ലാണ്ട് എന്തെങ്കിലും ആന്നാ? പൈസ എല്ലാത്തിനും വേണ്ടേ? പള്ളിന്റെ ബില്ലോ കറണ്ട് ബില്ലോ കെട്ടാനും പൈസ വേണോ? ഈ സൗണ്ട് ബോക്സിന് കൊടുക്കാനും പൈസ വേണോ? ലൈവിൻ്റെ ഓനും പൈസ വേണോ? വേണ്ടേ? വേണ്ടേ? എനക്കും ഒരു കുറച്ച് പൈസ പയ്യ പോകുമ്പോ വേണോ? ഞാൻ സൂപ്പിയാന്നതിന് വേണ്ടേ? അല്ല, പൈസ ദുഡേ ദൊഡപ്പ, എന്തേ ദുഡേ ദൊഡപ്പ, പൈസ ഇല്ലാണ്ടാവേല. പക്ഷെ പെണ്ണിനെ കെട്ടിക്കാൻ നോക്കുമ്പോ, പെണ്ണ് കെട്ടാൻ നോക്കുമ്പോ പിന്നെ അടക്ക, തേങ്ങ, കൊപ്പര, റബ്ബർ, ഷീട്ട്, അളിയന്മാർ ഗൾഫില് അല്ലെങ്കിൽ വെളുപ്പിൽ നിറഞ്ഞ് നീ പെണ്ണ് കെട്ടാൻ നിൽക്കണം. നീ ഫസ്റ്റ് മുന്തിക്കേണ്ടത് ദീന് നോക്കിയിട്ട് നീ കെട്ടിനാണെങ്കിൽ നിനക്ക് നാളെ തലച്ചോട് വരാല, ടെൻഷൻ ആക്കേണ്ടി വരാല. നിന്നെ അവർ കേൾക്കാണ്ട് പിടിക്കാണ്ട് ഓളൊന്നും ആക്കൂല്ല. അവളും അങ്ങനെ നിന്റെ കട്ടാ താടി ഉണ്ടല്ലേ ചെറ്റ് ലൈക്ക് അടിക്കാനൊന്നും കണ്ട. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ പിന്നെ എല്ലാരും കോമൺ ആണ്. പഴയ കാലത്തുണ്ടായതായ ഹറാമിയത്തിനോടുള്ള പേടിയും ആ ഒരു ബേജാറും ഇന്നില്ല. ഇന്നിപ്പോ അതിനോടുള്ള സീരിയസ്നെസ് കുറഞ്ഞുപോയി, അതിനോടുള്ള ഒരു പേടി വെപ്രാളം കുറഞ്ഞുപോയി. ഇല്ലേ? ഇല്ലേ? പണ്ട് നമ്മളെ പെണ്ണുങ്ങല്ല പുറത്തേക്ക് നടക്കോ, ബുർക്കടാണ്ട് പോവോ, ആരെങ്കിലും കാണുവോ? ഇല്ല. ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈമാനും ഇസ്ലാമോടെ വയലിന് വരുമ്പോ മാത്രം. ഇപ്പൊ നിങ്ങൾ എന്നെല്ലാം കാണുമ്പോ കൈ പിടിച്ചിട്ട് മുത്തിറാന്നില്ലേ? അല്ലേ? നിങ്ങളെ കൈ മുത്താണോ അല്ല കൈ കൊത്താണെന്ന് അറിയണമെങ്കിൽ നാളെ വൈകുന്നേരം റോട്ടിലേക്ക് നോക്കണം പോയിട്ട്. പെണ്ണ് കാണുന്നില്ലേ? അല്ലാ ഇല വരുമ്പോ വന്നിനാണ് അറിഞ്ഞാവാ മക്കനെ ഇട്ടിട്ട് കൈക്ക് പറ, കാൽക്കുറ, മൂക്കിലൊക്കെ പറ. അപ്പോ മറിയം ബീവി വന്ന പോലെ വന്ന പെണ്ണ്. എല്ലാരും അല്ല, ചിലത് ആ നിലക്കാണ് കോലം കെട്ടല്. പക്ഷേ അവള് സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ, അന്യവരോട് സംസാരിക്കുമ്പോ, എത്ര വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആണുങ്ങളുള്ളത്. അവിടെ ഞങ്ങളെ മോളുണ്ട്, ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്യപുരുഷന്മാരുള്ള, അന്യബാല്യക്കാരുള്ള, എന്റെ ഹസീന, എന്റെ ഫാമിലി, എന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല മോള്. എത്ര വല്ല ഹസീനായാലും കുടുംബമായാലും നിനക്ക് അന്യരാണെങ്കിൽ അവരോടൊപ്പമുള്ള ചേർന്നിരിക്കല്, ചാറ്റിംഗ് എല്ലാം ഹറാമാണ്, പാടില്ല. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഇതെല്ലാം ഇപ്പൊ വേദന ചെല്ലുങ്ങ നടക്കണോ? നടക്കാത്തനെ കൊണ്ടതാ കൊറോണ നടന്നുകൊണ്ടുള്ളൂ. കൊറോണ നടന്നുകൊണ്ടുള്ള അങ്ങനെ എനിക്ക് തിരിഞ്ഞ ഇനി നന്ന ഞമ്മീനെ കെയർലെസ് ആക്കുന്ന ഇനി ബയ്യക്കും വരും കൊറോണന്റെ അപ്പുറമുള്ളത്. അള്ളാനെ നന്നങ്ങനെ അവൈഡാക്കുമ്പോ, ദീനിന്റെ നിയമങ്ങൾ ഞമ്മ കുറെ അങ്ങ് വലിച്ചെറിയുമ്പോ അള്ളാഹ് ഞങ്ങളെ വിടല. അങ്ങനെ ആരും വിചാരിക്കണ്ട. അള്ളാഹു നന്നായി ഞങ്ങളെ പരീക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ.